ബോർഡ് എക്സാമിന് 3 മാസം മുൻപായി നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ. ബോർഡ് എക്സാമിന് നിങ്ങളെ കാത്തിരിക്കുന്ന സിലബസിന്റെ 80% ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ. അതാണ് നമ്മൾ ഈ ഡിസംബർ 10 മുതൽ എഴുതാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷ. ആ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ A+ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല കുട്ടികളുടെയും ഇപ്പോഴുമുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്, സാറേ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്നത്? ഓണപ്പരീക്ഷയിലുള്ള ചാപ്റ്റേഴ്സ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുമോ? അതിൽ നിന്ന് ഏകദേശം എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക? നമ്മുടെ 7ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുമോ? ഇങ്ങനെ പല 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 ചോദ്യങ്ങളാണ് ഫിസിക്സിനെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യം തന്നെ ഞാനൊരു വ്യക്തത വരുത്താം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടി ക്രിസ്മസ് പരീക്ഷയിൽ ചോദ്യം ഉണ്ടാവും. ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടതായിട്ടുണ്ടോ? ചാപ്റ്ററിന്റെ പേര് പറയുവാണെങ്കിൽ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയിൽ ചോദ്യം വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. സോ അതിനാൽ തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ സിലബസ് പ്രകാരം ഡിസംബർ ഈ പറയുന്ന 10-ാം തീയതിക്ക് മുൻപായിട്ട് ആ ചാപ്റ്ററിന്റെ പകുതിയോളമെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ചാപ്റ്ററിന്റെ പകുതി പോർഷൻസ് എങ്കിലും ഒരു സേഫ് സൈഡ് എന്ന നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുക. കംപ്ലീറ്റ്ലി ആ ചാപ്റ്റർ ഒഴിവാക്കരുത്. ചോദ്യങ്ങൾ ഇന്നേ വരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ്, മറിച്ച് അതിന്റെ പകുതിയോളമെങ്കിലും നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. റൈറ്റ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദ്യം വരുന്നത്? ഏത് ചാപ്റ്ററിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കുറവ് മാർക്കിന് ചോദ്യം വരുന്നത്? മക്കളെ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ ആണ്. ഏകദേശം 23 മാർക്കിനാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നത്. അഥവാ പകുതി മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദ്യം വന്നു. 23 മാർക്കിന്റെ ചോദ്യങ്ങൾ ആ ഒരൊറ്റ ചാപ്റ്റർ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരുന്നു. ഇനി ആദ്യം മുതൽ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, 1ാമത്തെ ചാപ്റ്റർ ആയ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 23 മാർക്കിന്റെ ചോദ്യം. 4ാമത്തെ ചാപ്റ്റർ ആയ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്ന് 11 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. 5ാമത്തെ ചാപ്റ്റർ ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്ന് ഏകദേശം 9 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. മക്കളെ, ഈ വെയിറ്റേജ് സിസ്റ്റത്തിൽ നമ്മൾ എന്തായാലും ഊന്നൽ നൽകുക എന്ന് ഞാൻ പറയുന്നില്ല. അതിലെന്തായാലും ഇത്തവണത്തെ ചോദ്യ പേപ്പറിൽ മാറ്റമുണ്ടാവും. ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയുകയാണ്. കാരണം 2ാമത്തെ ചാപ്റ്റർ ഈ വെയിറ്റേജ് പ്രകാരമാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. ഒരിക്കലും അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. മുഴുവൻ ചാപ്റ്റേഴ്സും കൃത്യമായി തന്നെ പഠിക്കണം. സോ നമുക്ക് ഈ വർഷത്തെ 2024 ക്രിസ്മസ് പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് കൂടി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുകയാണ്. 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ 5 മുതൽ 7 മാർക്കിന്റെ വരെ ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 മാർക്കിന് വരെ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഇനി 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം 23 മാർക്കിന് ചോദ്യം വന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്തവണ ഒരു 15 മുതൽ 18 മാർക്കിന് വരെ ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. 4ാമത്തെ ചാപ്റ്റർ ആയ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്ന് 10 മുതൽ 13 മാർക്കിന് വരെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്ന് 8 മുതൽ 12 മാർക്കിന് വരെ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സോ ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാധാന്യം കൊടുത്ത് ഓരോ ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ തുടങ്ങുക. മക്കൾ, ഇനി ഒട്ടും സമയം വൈകിക്കരുത്. നാളേക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മുടെ മുന്നിൽ ദിവസങ്ങളില്ല. ഇന്ന് തന്നെ പഠിച്ചു തീർക്കണം, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു തന്നെ ഗംഭീരമായി തന്നെ എന്റെ മക്കൾ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. വീഡിയോ വർത്താണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലോട്ടും വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മക്കളെ, ടേക്ക് കെയർ.